ദയവായി ഇവിടെ വഴിയിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് വേദിയിലേക്ക് അടുത്തിരിക്കണം അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഈ അതിഥികളായി വന്ന മുഴുവൻ ആളുകളും നമ്മുടെ വേദിയിലേക്ക് കസേരയിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവായി ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും ഇരിപ്പിടത്തിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ 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 നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. വന്ദേ മാതരം. ശ്രീ സുനിൽകുമാറും ഗൗരി പാർവതിയും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം മാതരം മാതരം. ഈ മഹനീയ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാൻ അഡ്വക്കേറ്റ് PM നിയാസിനെ ക്ഷണിക്കുന്നു. ദയവായി എല്ലാവരും അതാത് ഇരിപ്പിടത്തിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ജില്ലയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായി കോഴിക്കോട് എത്തിയിട്ടുള്ള ബഹുമാനായ ശ്രീ VD സതീശൻ അവർകളാണ്. അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് ചിരപുരാതനമായ കോഴിക്കോടിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോടിൻ്റെ പൗരാവലിയാണ് ഇന്ന് അദ്ദേഹത്തിന് വരവേൽക്കുവാൻ വേണ്ടി. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈദ് ആഘോഷവുമായി ബന്ധപ്പെട്ട്, ബക്രീദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഉള്ള തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കോഴിക്കോടിൻ്റെ ജനത ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുവാനും അദ്ദേഹത്തെ വരവേൽക്കുവാനും വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് മലബാറിൻ്റെ തലസ്ഥാനമാണ്. സാമൂതിരിയുടെ നാടായി ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ മതേതരത്വത്തിൻ്റെ ശ്രീകോവിൽ എന്നും കോഴിക്കോടിൻ്റെ നഗരവീഥികളിലും ജില്ലയിലും ഉണ്ടായിരുന്നു. കുറ്റിച്ചിറയും അതുപോലെ തളി ക്ഷേത്രവും കത്തീഡ്രലുമൊക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് കോഴിക്കോട് നഗരം മതേതരത്വത്തിൻ്റെ ശ്രീകോവിലായി അറിയപ്പെടുമ്പോഴും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും തീഷ്ണമായ സമര പോരാട്ടം നടത്തിയത് കോഴിക്കോടാണ്. ഈ കോഴിക്കോട് കടപ്പുറത്ത് ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ കാഴ്ചവെച്ച ധീരമായ സമരങ്ങൾ നമുക്ക് മാതൃകയാണ്. ആ കോഴിക്കോടാണ് ഇന്ന് കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട സ്നേഹം അത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതിനുള്ള ചടങ്ങാണ് ഇവിടെ നടത്തുള്ളത്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന ഒട്ടനവധി തിരക്കുകളുള്ള സമയമാണ്. ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ പ്രിയ നായകനെ കാണുവാനും അദ്ദേഹത്തെ ആശീർവദിക്കുവാനും വേണ്ടിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടമാടിയിരുന്ന ഒരു ഭരണം ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കല്ല, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കല്ല, അതിനപ്പുറത്ത് മറ്റ് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയെ മുഴുവനും അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഭരണം മാറ്റി ഉണ്ടാകണമെന്ന് ജനങ്ങളുടെ അഭിലാഷമാണ് ഇന്ന് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ശ്രീ VD സതീശനെ എത്തിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ കടന്നു വന്ന വഴികളിലെല്ലാം കേരളത്തിലെ സമസ്ത മേഖലകളിലെയും ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആദരവും പിടിച്ചുപറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനാ കാലങ്ങൾ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പന്താവിലൂടെ കടന്നു വന്ന വേദികളിലെല്ലാം അദ്ദേഹത്തിന് അതിശക്തമായ ഒരു പോരാട്ട പാത ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രീതിയിൽ വരാനിരിക്കുന്ന ഗവൺമെൻറ്റിൽ നടപ്പിലാക്കേണ്ട
പദ്ധതികളെക്കുറിച്ച് ജനങ്ങളോട് സംവേദിച്ച് അതിന് രൂപവും ഭാവവും ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ രൂപമാണ് നമ്മൾ കഴിഞ്ഞ ജാഥയിലൂടെ പൊതുയുഗ ജാഥയിലൂടെ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട്. കോഴിക്കോടിനും കേരളത്തിനും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ബാക്കി നിൽക്കുകയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യമാണ് പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോഴിക്കോട് നഗരത്തിലേക്ക്, സാമൂതിരിയുടെ നാട്ടിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് ആദ്യമായി കടന്നു വന്ന പ്രിയപ്പെട്ട വി.ഡി. സതീശൻ അവർകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, കോഴിക്കോട് ജനാവലിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സഹൃദയം ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് കോഴിക്കോട് നഗരത്തിന് ഒരിക്കലും ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു പേരുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഓഫീസ് ഇല്ലാതിരുന്നൊരു കാലം, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു MLA ഇല്ലാതെ 20 വർഷക്കാലം, ഞങ്ങൾക്ക് സ്വന്തമായി എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോയൊരു കാലം. ആ കാലത്ത് 5 വർഷം മുമ്പ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുവാൻ പാർട്ടി നിശ്ചയിച്ച പോരാളി പ്രിയപ്പെട്ട കെ പ്രവീൺകുമാർ, അദ്ദേഹം ഞങ്ങൾക്ക് മനോഹരമായ ഒരു കോഴിക്കോടിന് എല്ലാവർക്കും അഭിമാനമായ ഓഫീസ് ഉണ്ടാക്കി. ആ ഓഫീസ് ഉണ്ടാക്കി അന്ന് പ്രിയപ്പെട്ട അങ്ങ് ആ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞു, കോഴിക്കോട് നഗരത്തിൽ ഇന്ന് UDF-ന് MLA-മാരുടെ എണ്ണം കുറവാണ്, വെറും 2 MLA-മാർ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു 13-ൽ 13 നേടാമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, 13-ൽ 12 വിജയിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്കും നമുക്കും സാധിച്ചുവെങ്കിൽ അത് പ്രിയപ്പെട്ട പ്രവീൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. അതുകൊണ്ട് ഈ വേദിയിലേക്ക് അധ്യക്ഷനായി പ്രിയപ്പെട്ട കെ പ്രവീൺകുമാറിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ടുകാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ്, അഭിമാനമാണ് ശ്രീ MK രാഘവൻ. നമുക്ക് ഒരു ജനകീയ MP എന്നത് ഞങ്ങളുടെ വാക്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ വാചകങ്ങളിലുമല്ല, നമ്മുടെ മനസ്സിലാണ്. അത്രയേറെ കോഴിക്കോടിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട MK രാഘവൻ MP അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സവിനയം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട MK മുനീർ നമുക്ക് നല്ല കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്, നമ്മുടെ ഉടയവനാണ്. പ്രിയപ്പെട്ട MK മുനീർ അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോടിൻ്റെ വ്യാപാര മേഖലകളിൽ എന്നും ഒരു തലയുയർത്തി നിൽക്കുന്ന ഒരു പേര്, അത് ബഹുമാനായ PV ചന്ദ്രൻ അവർകളാണ്. കുടുംബപരമായി നമ്മുടെ എന്നും ദേശീയ പ്രസ്ഥാനത്തെ അതിശക്തമായി നേതൃത്വം കൊടുക്കുമ്പോഴും മാതൃഭൂമി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം സ്വന്തമായ ഒരു പത്രത്തിൻ്റെ ചെയർമാൻ കൂടിയായ PV ചന്ദ്രൻ അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട PS ശ്രീധരൻപിള്ള, നമുക്കൊരിക്കലും വേറിട്ട് നിൽക്കാൻ കഴിയില്ല, എന്നും നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും. നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഈ സ്ഥലത്ത് നിലനിർത്തുവാൻ ഞങ്ങളോടൊപ്പം നിന്ന ആ പ്രിയപ്പെട്ട മാന്യദേഹത്തെ ഞാൻ പ്രിയപ്പെട്ട ശ്രീധരൻപിള്ളയെ, മുൻ ഗവർണർ കൂടിയായ ശ്രീധരൻപിള്ളയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കോഴിക്കോട് ബിഷപ്പിൻ്റെ വികാരി ജനറൽ ശ്രീ ജെൻസൺ പുത്തൻവീട്ടിൽ അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താമരശ്ശേരി രൂപതയിലെ പ്രിയപ്പെട്ട പ്രൊക്യുറേറ്റർ ഫാദർ ബെന്നി മുണ്ടനാട്ട്, നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CSIയിലെ മലബാറിലെ ബിഷപ്പ്, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം സ്നേഹ ഭാഷണമായ പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കോഴിക്കോട് ഗാസി ഷക്കീഫ് സഖാഫിയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാമൂതിരി രാജാവിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ സുജിത് വർമ്മയാണ്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോടിൻ്റെ പര്യായമായി മലബാർ ഗ്രൂപ്പ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട MP അഹമ്മദ് ചെയർമാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട PK ഗ്രൂപ്പിൻ്റെ ചെയർമാൻ PK അഹമ്മദ് സാഹിബിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോടുകാർക്ക് എന്നും ഒരു സ്വന്തം സിനിമാക്കാരൻ, നമ്മുടെ സ്വന്തം ജോയ് മാത്യു ഉണ്ട്. ആ ജോയ് മാത്യുയെ എൻ്റെ കൂടെ കോളേജ് മീറ്റായി എൻ്റെ സീനിയറായി പഠിച്ച ജോയ് മാത്യുവിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൽപ്പറ്റ നാരായണൻ, നമ്മുടെ എല്ലാ വേദികളിലും നിറസാന്നിധ്യമായ കൽപ്പറ്റ നാരായണൻ അവർകളെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം കോഴിക്കോട്ടുകാർക്ക് എന്നും സംഗീതവുമായി ബന്ധപ്പെടുമ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കോഴിക്കോട്ടുകാരുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർകളെ ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട UK, നമ്മുടെ സ്വന്തം UK കുമാരനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
പ്രിയപ്പെട്ട എം.എൻ. കാരശ്ശേരി അവർകൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്ന് എല്ലാ മേഖലകളിലും നമ്മൾക്കൊപ്പമുള്ള എം.എൻ. കാരശ്ശേരി അവർകളെ സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് MES എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ഏറ്റവും കൂടുതൽ ശക്തമായി കൊണ്ടുപോകുമ്പോഴും ഒരു കൈയിൽ നമ്മളെ കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ള ഡോക്ടർ PA ഫസൽ ഗഫൂറിനെ ഈ വേദിയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ MK മുഹമ്മദ് അലി, പ്രിയപ്പെട്ട നാസർ ഫൈസി, ബഹുമാനായ നമ്മുടെ പണ്ഡിതൻ കൂടിയായ പ്രിയപ്പെട്ട ഹുസൈൻ മടവൂർ, ബഹുമാനായ ഡോക്ടർ K മൊയ്തു, പ്രിയപ്പെട്ട നാസർ മാസ്റ്റർ ചെറുവാടി, പ്രിയപ്പെട്ട നമ്മുടെ സംവിധായകൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ VM വിനു അവർകളെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ലയെ നമുക്കൊക്കെ അനുകൂലമാക്കി മാറ്റിയ ഒരു വലിയ പോരാട്ടത്തിലൂടെ കടന്നു വന്ന MLA-മാരായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി വിദ്യാ ബാലകൃഷ്ണൻ MLA അവർകളെ, പ്രിയപ്പെട്ട വടകരയുടെ മണ്ണിൽ നിന്നും അതിശക്തമായ പോരാട്ടത്തിലൂടെ കടന്നു വന്ന KK രമ MLA അവർകളെ, പ്രിയപ്പെട്ട നാദാപുരത്തിൻ്റെ മണ്ണിൽ നിന്നും വന്ന പോരാട്ടവീര്യമായ KM അഭിജിത്ത് MLA-യെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൊച്ചനിയൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പൊന്നോമനയായ VT സൂരജ് MLA-യെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. തിരുവമ്പാടിയിലെ മണ്ണിയിൽ നിന്നും വീണ്ടും UDF-ന്റെ കോട്ട തിരിച്ചു പിടിച്ച പ്രിയപ്പെട്ട CK കാസിം MLA-യെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് നഗരത്തിൽ നിന്നും ഒരു വലിയ ചരിത്ര ദൗത്യം നിർവഹിച്ചുകൊണ്ട് വിജയിച്ചു വന്ന അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA-യെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങ് ഇന്ന് പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ആദ്യമായി UDF-ന് അനുകൂലമായി വന്ന് ആ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മില്ലി മോഹൻ കൊട്ടാരത്തിലെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരായ N സുബ്രഹ്മണ്യൻ, പ്രിയങ്കരായ CN വിജയകൃഷ്ണൻ, പ്രിയപ്പെട്ട PM ജോർജ്, പ്രിയപ്പെട്ട TT ഇസ്മായിൽ, പ്രിയപ്പെട്ട KC അബു, UDF-ന്റെ ജില്ലാ ചെയർമാൻ, ഈ വിജയങ്ങൾക്കൊക്കെ അതിശക്തമായി നേതൃത്വം നൽകിയ VD ജോസഫ്, മുൻ ചെയർമാൻ K ബാലനാരായണൻ, പ്രിയപ്പെട്ട ശ്രീ KP പ്രകാശ് ബാബു, പ്രിയപ്പെട്ട NCP-യുടെ പ്രസിഡന്റായി ചേർന്നിട്ടുള്ള PM സുരേഷ് ബാബു, പ്രിയങ്കരനായ N നിത്യാനന്ദ കമ്പത്ത്, പ്രിയങ്കരനായ സായി പ്രകാശ്, പ്രിയപ്പെട്ട RMP-യുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ വേണു, ഈ വാർഡിൽ നിന്നുള്ള കൗൺസിലർ K സരിത, എല്ലാവർക്കും അതിലൊക്കെ അപ്പുറം ഈ വേദിയിരിക്കുന്ന പേര് പറയേണ്ട കോഴിക്കോടിൻ്റെ പൗരാണികമായ കോഴിക്കോടിൻ്റെ വ്യാപാരി, വ്യവസായ, സാമൂഹ്യ മേഖലകളിൽ നിറസാന്നിധ്യമായ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും കോഴിക്കോടിനെ സ്നേഹിക്കുന്ന കോഴിക്കോടിനെ മലബാറിനെയും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പരിപാടിയാക്കി മാറ്റണം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒറ്റ വാക്ക് മാത്രമേ സ്വാഗതം അധിക പ്രസംഗമായി ഞാൻ പറയുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിയായി ഞങ്ങൾ അങ്ങയെയാണ് കാണുന്നത്. അങ്ങ് ഞങ്ങളുടെ മന്ത്രിയായി, കോഴിക്കോടിൻ്റെ മന്ത്രി കൂടിയായി അങ്ങ് ഞങ്ങൾക്ക് കൂടി വേണ്ടി, കോഴിക്കോടിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് കൂടി നേതൃത്വം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ നമ്മുടെ തുടർ ഭരണമുള്ള ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയായി, ഒരു കേരളത്തിൻ്റെ കോട്ട കാക്കുവാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക് സാധിക്കും. അതിനുള്ള പ്രവർത്തനവുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കോഴിക്കോടിൻ്റെ പൗരാവലി അങ്ങേക്കൊപ്പം ഉണ്ടാകും, മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചരിത്ര നിയോഗമല്ല ഈ സമ്മേളനത്തിന് അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ശ്രീ K പ്രവീൺ കുമാർ MLA സാദരം ക്ഷണിച്ചു. വേദിയിൽ ഉപവിഷ്ടരായ ഉജ്ജ്വല വ്യക്തിത്വങ്ങളെ, ഈ മഹനീയ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ സഹോദരങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, മലയാളിയുടെ മനസ്സിൻ്റെ സാക്ഷാത്കാരം പോലെ മലയാള മണ്ണിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമിട്ട് ആദ്യമായി കോഴിക്കോട്ടെത്തിയ, ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിലേക്ക് എത്തിയ ബഹുമാന്യനായ VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കോഴിക്കോട്ട് പൗരാവലി നെഞ്ചിലേറ്റി മനസ്സിലേറ്റി സ്വീകരിക്കുന്നു. ഇതുവരെ നമ്മൾ കക്ഷി രാഷ്ട്രീയമായൊരു തെരഞ്ഞെടുപ്പിൽ, ഇനി അങ്ങോട്ട് അതുവരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ടീം UDF എന്നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വാക്ക് ടീം കേരള എന്നുള്ളതാണ്. കേരളത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും വികസനത്തിന് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായക്കാരെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരു സംശയവും വേണ്ട. ശ്രീ കേരളം എന്ന് പറയുന്ന ഈ ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും തുരുത്തായ മണ്ണ് VD സതീശൻ എന്ന ഭരണാധികാരിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന സംശയം ആർക്കും വേണ്ട. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നതിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞു കോഴിക്കോട് മന്ത്രിയില്ല, അതിലൊന്നും ഒരു പരിദേവനവും ആർക്കുമില്ല. കാരണം VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ പത്രക്കാരോട് പറഞ്ഞൊരു വാചകമുണ്ട്, 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ എല്ലാ കുട്ടികൾക്കും
ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനം ലഭിക്കണമെന്നില്ല എന്ന് കരുതി ആ കുട്ടിയുടെ പഠനവും മുടങ്ങാറില്ല. കോഴിക്കോട്ട് മന്ത്രിയില്ല എന്ന് കരുതി ഒരു കാരണവശാലും ഇവിടുത്തെ വികസനം മുടങ്ങില്ല. കാരണം വി ഡി സതീശൻ എന്ന നീതിമാനായ ഭരണാധികാരി കേരളം ഭരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കോഴിക്കോട് പൗരാവലിയുടെ മനസ്സറിയുന്നവരാണ് വി ഡി സതീശൻ. കോഴിക്കോട് കടപ്പുറത്തുകൂടി പ്രഭാത സവാരിക്ക് പോകുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ കാലം ചർച്ച ചെയ്തത് കോഴിക്കോടിന്റെ വികസനമായിരുന്നു. കോഴിക്കോടിന്റെ വിവിധ രംഗങ്ങളെ കുറിച്ച് എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയ വി ഡി സതീശനോടൊപ്പം കോഴിക്കോട്ടെ പൗരാവലി കേരളത്തിന്റെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്രയിൽ ഇനി വിജയത്തിന്റെ പടവുകൾ മാത്രം ചവിട്ടിക്കയറുവാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനും ഉപഹാരം നടത്താനും കോഴിക്കോടിന്റെ ബഹുമാനപ്പെട്ട MP ശ്രീ NK രാഘവൻ MP ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങാൻ വിനയപൂർവ്വം മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ഈ സ്വീകരണ ചടങ്ങിലെ ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ MLA അവർ ഈ പൗരാവലി നൽകുന്ന സ്വീകരണത്തിലെ മുഖ്യാതിഥി ആദരണീയനായ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർ, വേദിയിലുള്ള മറ്റ് ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വീകരണമല്ല. കോഴിക്കോട്ടെ പൗരാവലിയുടെ ജനാവലിയുടെ സ്വീകരണമാണ്. ഇതിലെല്ലാവരുമുണ്ട്. ഈ വേദിയിൽ തന്നെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകളെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ 100-ൽ പരം സീറ്റുകളോടുകൂടി തിരിച്ചു വരും എന്ന അങ്ങയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ നാട്ടുകാരും നാടും അങ്ങയിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിട്ടുള്ളത്. കേരളത്തിന് ഒരു സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിച്ചു പറയുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ വലിയ പ്രഖ്യാപനമുണ്ട്. കേരളം തുറമുഖ നഗരമാക്കും എന്ന അങ്ങയുടെ പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് തന്നെ മലബാറിലെ ജനങ്ങൾക്ക് വേണ്ടി, കോഴിക്കോട്ടെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മുമ്പിൽ ചില നിർദ്ദേശങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. അങ്ങ് ഈ നിർദ്ദേശങ്ങൾ ഗൗരവമായി പരിഗണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ ആ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിലവിലുള്ള ബേപ്പൂർ തുറമുഖത്തിൻ്റെ വടക്കു ഭാഗത്തായി ഒരു കോഴിക്കോട് ഇൻ്റർനാഷണൽ സീപോർട്ട്, വിഴിഞ്ഞത്തിന് തുല്യമായിട്ടുള്ള സീപോർട്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച, അറേബ്യൻ രാജ്യങ്ങളുമായി ആരംഭിച്ച വാണിജ്യ വ്യാപാര ബന്ധത്തിൻ്റെ സ്മൃതികൾ ഉണർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സീപോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മലബാറിൽ വിഴിഞ്ഞം പോലെ മലബാറിൽ ബേപ്പൂർ ഒരു സീപോർട്ടിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണമെന്നാണ് വിനയപൂർവ്വം എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു കപ്പൽ അറ്റകുറ്റപ്പണി യാർഡ്, ഷിപ്പ് റിപ്പയർ യാർഡ്, അതുപോലെ ലിക്വിഡ് കാർഗോ ഫാമും സിമെന്റ് ഹാൻഡ്ലിംഗ് യൂണിറ്റും, അതുപോലെ മാരിടൈം ആൻഡ് ഷിപ്പിംഗ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സംരംഭമാണ്. അത് ബേപ്പൂരിന് അനന്ത സാധ്യതകളുള്ള ഒരു സ്ഥാപനമാണ്. ഇൻലൻഡ് വാട്ടർ കണ്ടെയ്നർ ടെർമിനലുകൾ, പരമ്പരാഗത ഒരു നിർമ്മാണ കേന്ദ്രം, അതുപോലെ വളരെ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന എയിംസ്, 260 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും. ആദ്യം 160 ഏക്കർ ഏറ്റെടുത്തു, പിന്നീട് 100 ഏക്കർ എക്വയർ ചെയ്ത് കഴിഞ്ഞു.
ഇവിടെ വർഷങ്ങളായി എയിംസ് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ എയിംസ് സ്ഥാപിക്കാൻ വേണ്ടി അങ്ങയുടെ സത്വര ശ്രദ്ധയുണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ 4 വരി പാത നമ്മുടെ എയർപോർട്ടിൽ രാമനാട്ടുകരയിൽ നിന്നും കക്കഞ്ചേരിയിൽ നിന്നും പോകണമെങ്കിൽ ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് അനുഭവിക്കുന്ന പ്രയാസം എല്ലാവർക്കും അറിയാം. CRF-ൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാമനാട്ടുകരയിൽ നിന്നും കക്കഞ്ചേരിയിൽ നിന്നും എയർപോർട്ടിലേക്ക് 2 റോഡുകളെ 2 പ്രദേശങ്ങളെ 4 വരി പാതകൾ സ്ഥാപിക്കാൻ യുദ്ധകാലാടിസ്ഥാനം എന്ന പോലെ അതിന് പ്രാധാന്യം നൽകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വളരെ കാലമായി കോഴിക്കോട് ആഗ്രഹിക്കുന്ന, അങ്ങേക്കറിയാം, കൽക്കത്ത കഴിഞ്ഞാൽ ഫുട്ബോൾ കമ്പമുള്ള പ്രദേശം കോഴിക്കോട് മലപ്പുറവുമാണ്. നമുക്കൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയമില്ല കോഴിക്കോട്. ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 2 കോടി രൂപ ബഡ്ജറ്റ് വെച്ചെങ്കിൽ പോലും സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു, കോഴിക്കോടിൻ്റെ ചിരകാല സ്വപ്നമാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നുള്ളത്. അതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റേഡിയം കോഴിക്കോട് സ്ഥാപിക്കാൻ അങ്ങയുടെ സജീവ പരിഗണന ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അങ്ങയുടെ മുമ്പിൽ ഈ 4-5 കാര്യങ്ങൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ VD സതീശൻ പുതുയുഗ യാത്ര ആരംഭിക്കുന്ന നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്നത്തെ കേരളത്തിന് എന്താണ് അടിയന്തര പ്രാധാന്യമുള്ള ചികിത്സ, ഇന്നത്തെ തലമുറക്ക് കേരളത്തിൽ ജീവിക്കാൻ എന്തെല്ലാം ഉണ്ടാകണം, ആരോഗ്യരംഗത്ത്, വ്യവസായ രംഗത്ത്, IT രംഗത്ത്, AI രംഗത്ത്, വ്യാപാര രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ രംഗങ്ങളിലും കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങാണ് യാത്രയിൽ പരസ്യമായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണ പ്രതീക്ഷയിലാണ്. കേരളത്തിൽ മാറ്റമുണ്ടാകാൻ തർക്കം നിങ്ങൾക്ക് വേണ്ട. എന്തു തന്നെ സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിലും നമുക്ക് റവന്യൂ കുറവാണെങ്കിൽ പോലും റവന്യൂ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭൂപടത്തിൽ, ലോകത്തിന്റെ ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം വീണ്ടും അവിടെ എല്ലാവരുടെയും മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടും പോലെ അവിടെ സ്ഥാപിക്കാൻ അങ്ങേക്ക് കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തീർച്ചയായും മലബാറിനെ കൂടി മനസ്സിൽ കാണണം. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങേക്ക് എല്ലാവിധ ആയുരാരോഗ്യം നേരുന്നു. നന്ദി, നമസ്കാരം. ജയ്ക്ക് മുൻ മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ CH മുഹമ്മദ് സാഹിബിന്റെ പ്രിയപ്പെട്ട പുത്രൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുനീർക്ക MK മുനീർ അനുമോദന പ്രസംഗം നടത്തും. അദ്ദേഹത്തെ ക്ഷണിക്കും. സ്നേഹമുള്ള അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, അഡ്വക്കേറ്റ് PM നിയാസ്, രാഘവേട്ടൻ, വേദിയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സിംഗപ്പൂരിൽ ഒരു ബാങ്കിൻ്റെ പേര് DBS എന്നായിരുന്നു. വളരെ മോശം രീതിയിൽ പ്രവർത്തിച്ചു വന്നതുകൊണ്ട് എല്ലാറ്റിലും ഒരു മാന്യം അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടായതുകൊണ്ട് തന്നെ ആളുകൾ DBSൻ്റെ ഫുൾ ഫോം ഡാം ബ്ലഡി സ്ലോ എന്ന് കളിയാക്കി വിളിച്ചു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനായ പീയൂഷ് എന്ന് പറയുന്ന ഒരു CEO അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അതിനെ അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും 125-ാം സ്ഥാനത്തുള്ള ആ ബാങ്കിനെ സിംഗപ്പൂരിലെ 1-ാം സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. നമ്മളുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം നമ്മുടെ ഭരണം, ആ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ
ഡാം ബ്ലഡി സ്ലോ ആയിരുന്നു. അതിനെ അതിവേഗം ഇന്ത്യയിലെ 1ാം സംസ്ഥാനമാക്കാൻ നമുക്കിതാ ഒരു പ്രഗത്ഭനായ വ്യക്തി അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം അദ്ദേഹത്തെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും പുതിയ തലമുറ വലിയ ഫ്രസ്ട്രേഷനിലാണ്. അതുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് 2 കോടിയിലധികം ആളുകളുടെ പിന്തുണ ലഭിച്ചത്. ടെക്നോളജി പഠിച്ച് വലിയ വലിയ ഉദ്യോഗങ്ങൾ ലഭിക്കുമെന്ന് സ്വപ്നം കാണുന്നവർക്കൊന്നും അത് സാധ്യമാകാതെ വന്നപ്പോൾ അവർ വേറെ വഴികൾ തേടുകയാണ്. നമ്മൾ വി.ഡി. സതീശൻ ഒരു പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ടെക്നോ ക്യാപിറ്റലിസം എന്നാണ്. ജെൻ സിയോട് സംവദിക്കാൻ കേരളത്തിന് ഏറെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഒരു മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്തുന്നിടത്തൊക്കെ ഏറ്റവും കൂടുതൽ പുതിയ തലമുറയാണ്. ജെൻസി കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ആൽഫയും അദ്ദേഹത്തെ കാണുമ്പോൾ ഓടി അണയുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ബീറ്റ, ആ ബീറ്റയും അതിന് ശേഷമുള്ള ജനറേഷനും കഴിഞ്ഞിട്ടേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്നും പോവുകയുള്ളൂ. കാരണം ഇതിവിടെ തുടങ്ങുക മാത്രമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. തുടർഭരണങ്ങളിലൂടെ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തക വായനയിലൂടെയാണ്. അദ്ദേഹം വായിക്കുന്ന പുസ്തകം നോക്കി അത് പോയി വാങ്ങുക എന്നുള്ളതാണ് എനിക്കാകെ ചെയ്യാനുള്ളത്. കാരണം ആ പുസ്തകം വായിച്ചാൽ എപ്പോഴെങ്കിലും ഒരു വി.ഡി. സതീശനാകാൻ പറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഈ അടുത്ത് അദ്ദേഹം വായിച്ച ഒരു പുസ്തകം, യുവൽ നോഹ ഹരാരിയുടെ നെക്സസ് എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ മെനപ്പോസ് ബ്രെയിൻ എന്ന് പറയുന്ന പുസ്തകം, അങ്ങനെ പുസ്തകങ്ങളുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംസാരം പൊതുസമൂഹം കാതോർത്തിരിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറ ബ്രെയിൻ റോട്ടിൽപ്പെട്ടിട്ട് അല്പസമയം പോലും ഒന്നിൽ ശ്രദ്ധിച്ചിരിക്കാതെ വേറൊന്നിലേക്ക് വഴിമാറുന്ന പുതിയ തലമുറയാണ്. ബ്രെയിൻ റോട്ട് സംഭവിച്ചിരിക്കുന്നത്. ആ ബ്രെയിൻ റോട്ട് സംഭവിച്ച തലമുറ എങ്ങനെയാണ് വി.ഡി. സതീശൻ നടത്തുന്ന മണിക്കൂറുകളുള്ള പ്രസംഗം കേട്ടിരിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിനറിയാം ഏത് ആളോട് ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളത്. അത് ക്രിസ്തീയ സദസ്സിലാണെങ്കിൽ അത് ബൈബിൾ വെച്ച് സംസാരിക്കും. അത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇതിലാണെങ്കിൽ അദ്ദേഹം ഖുർആൻ വെച്ച് സംസാരിക്കും. ഇത് ഹിന്ദു സമൂഹത്തിൻ്റെ ഇതിലാണെങ്കിൽ അദ്ദേഹം ഗീത വെച്ച് സംസാരിക്കും. ഇങ്ങനെ ഏതും പറയാൻ വിരൽത്തുമ്പിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് വി.ഡി. സതീഷ്. അതുകൊണ്ട് കേരളവും ഓർത്തു വെക്കുന്ന ഒരു പേരായിരിക്കും വി.ഡി. സതീഷ്. ആശംസകൾ. അല്ല, രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിനപ്പുറത്തും സൗഹൃദത്തിനൊരു ലോകമുണ്ടെന്ന് മലയാളികളെ പഠിപ്പിച്ച ബഹുമാന്യ വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് P.S. ശ്രീധരൻപിള്ള. മുൻ ഗവർണർ കൂടിയായ അദ്ദേഹം കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനുമോദനം നടത്തി സംസാരിച്ചു. അധ്യക്ഷൻ ബഹുമാനായ പ്രവീൺ കുമാർ, ബഹുമാനപ്പെട്ട കേരള
സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. ഒട്ടേറെ പ്രതീക്ഷകൾ നമുക്ക് അദ്ദേഹത്തിലുണ്ട്. തീർച്ചയായും ഇതുപോലൊരു വേദിയിൽ ഞാനൊരു വ്യതിരിക്ത ശബ്ദത്തിൻ്റെ ഉടമയാണ്. കാരണം ജനാധിപത്യ ക്രമത്തിൽ എതിരാളിയെ മാനിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ മർമ്മമെന്ന് ഞാൻ കരുതുകയാണ്. ഒറ്റ വാക്കിൽ, ഇംഗ്ലീഷ് വാക്കിൽ പറഞ്ഞാൽ, വാട്ട് ഈസ് ഡെമോക്രസി? റൈറ്റ് ടു ഡിഫർ. വ്യതിരിക്തതയ്ക്കുള്ള പൗരൻ്റെ അവകാശമാണ്. ഭരിക്കുന്ന ആളുകൾക്ക് മാൻഡേറ്റ് ലഭിക്കുന്നു. അവരുടെ മുഖത്ത് നോക്കി മിസ്റ്റർ, സർ, അങ്ങ് ചെയ്യുന്ന തെറ്റെന്ന് പറയാനുള്ള പൗരൻ്റെ അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ കരുതുന്നു. അവിടെയാണ് വലിയ പ്രതീക്ഷ വി.ഡി. സതീശനിലുള്ളത്. ഞങ്ങൾ രണ്ടും ഒരുപാട് യോഗങ്ങളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ നമ്പൂതിരി സാറിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്ത കാലഘട്ടത്തിലും അദ്ദേഹത്തിന് നേരത്തെ മുനീർ സാബ് ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വർത്തമാന കേരള രാഷ്ട്രീയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എഴുത്തും വായനയും ഒക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഒട്ടേറെ പ്രവർത്തകരുള്ള വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കാം. 50കളിൽ 60കളിൽ വിമോചന സമരമൊക്കെ നടന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനായി പ്രസിദ്ധീകരിച്ചത് എറണാകുളത്തെ KPCC ഓഫീസിൽ നിന്നാണ്. കൈനകരിയുടെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ അക്കാലത്ത് കാണാൻ എനിക്ക് സാധിച്ചു. ഇതെന്തിനാണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ആരാണ് പരമാധികാരി? മുഖ്യമന്ത്രിയാണോ? ഗവർണറാണോ? അല്ലെ രാഷ്ട്രപതിയാണോ? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണോ? ഞാൻ പറയും, ഇന്ത്യൻ ഭരണഘടനയുടെ മർമ്മം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഹു ഈസ് സുപ്രീം? സുപ്രീം എന്ന വാക്കിന് അർത്ഥം തേടിപ്പോകുമ്പോൾ ഭരണഘടനയുടെ 395 ഒരു വകുപ്പുണ്ട്. അത് റിപ്പീലിംഗ് പ്രൊവിഷനാണ്. എന്താണ് റിപ്പീൽ ചെയ്യുന്നറിയാമോ? നമുക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആ അന്നത്തെ നിയമത്തെയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഏകകണ്ഠമായി റദ്ദ് ചെയ്തത്. അത് വലിയൊരു നിയമ കോംപ്ലിക്കേഷനാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരാണ് സുപ്രീം? അതിനാണ് ആദ്യത്തെ വകുപ്പ് അതിൽ എഴുതി ചേർത്തത്. പീപ്പിൾ ആർ സുപ്രീം. ജനങ്ങളാണ് പരമാധികാരികൾ. ബാക്കി എല്ലാവരും, ജനപ്രതിനിധികളായ നാം എല്ലാവരും, ജനങ്ങൾ മാൻഡേറ്റ് നൽകി അവരോട് 5 കൊല്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഭരിക്കാം, ഞാൻ നിങ്ങളുടെ സേവകനാണെന്നുള്ള അർത്ഥത്തിലാണ് ജനാധിപത്യത്തിൽ നമ്മുടെ അധികാരം നിക്ഷിപ്തമായ ആളുകളെല്ലാം ഉള്ളത്. അവിടെ എനിക്കൊരു പ്രതീക്ഷയുള്ളത്, എനിക്ക് 100% ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾ ശ്രീ വി.ഡി. സതീശനാണ്. അദ്ദേഹം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള നീതിയുണ്ട്. ഒന്ന് നിയമാധിഷ്ഠിതമായ നീതി. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീതി പ്രദാനം ചെയ്യുന്നത്, അത് ചെയ്യാൻ സാധിക്കണം. ഈവൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ അധികാരം കൊടുത്തത് തന്നെ അതിൽ തെറ്റുപറ്റിയാൽ ഒരു പണത്തൂക്കം മുന്നിൽ കോടതികൾ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിയമാധിഷ്ഠമായ നീതി ഒരു ഭാഗത്ത്, അതിനേക്കാൾ ഉപരിയോ അതിനൊപ്പമോ ഉള്ളതാണ് ജനങ്ങളുടെ നീതി എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും ഒന്നിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ഭരണാധിപൻ വിജയിക്കുന്നതെന്ന് കരുതുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇതെല്ലാം അദ്ദേഹത്തിൽ നിന്നും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ കാര്യങ്ങളെപ്പറ്റി ഒരു വിലയിരുത്താൻ സാധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, പ്രതിഭയുടെ ഒരു നല്ല മുഖ്യമന്ത്രിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹാശം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പൊന്നാട ചാർത്തി ആദരിക്കുന്നു.
ആദ്യമായി മാതൃഭൂമിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ PV ചന്ദ്രേട്ടൻ. പൊന്നാട ചാർത്തി ആദരിക്കുന്നു മലബാർ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ, മലബാർ എന്ന പദം ലോകത്തിന് നെറുകയിലെത്തിച്ച പ്രസ്ഥാനത്തിന് ചെയർമാൻ MP അഹമ്മദ്. ബഹുമാന്യനായ CSE ബിഷപ്പ് റവറൻ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ. കോഴിക്കോട് രൂപതയുടെ പ്രതിനിധി ജൻസൻ ഫാദർ പുത്തൻ വീട്ടിൽ. പൊന്നാട ചാർത്തുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് പൊന്നാട ചാർത്തുന്നു താമരശ്ശേരി രൂപതയുടെ പ്രിയപ്പെട്ട ഫാദർ ബെന്നി മുണ്ടനാട്ട്. കോഴിക്കോടിനെ കുറിച്ച് പറയുക സാമൂതിരിയുടെ നാട് എന്നാണ്. സാമൂതിരി രാജാവിന്റെ പ്രതിനിധി സുജിത് വർമ്മ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ പൊന്നാട ചാർത്തുന്നു. അഭിവന്ദ്യനായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഏറെ ബഹുമാന്യനായ ഡോക്ടർ K മൊയ്തു. അനുമോദന പ്രസംഗത്തിനായി MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ ക്ഷണിക്കുന്നു. പ്രസംഗത്തിന് ക്ഷണിച്ചേക്കണം. പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, സുഹൃത്തുക്കളെ, ആദ്യമായി ഞാൻ MESൻ്റെ പേരിൽ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഭാവുകളും നേരിടുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. നമ്മൾ കണ്ടതാണുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ കാണുന്നത് ഏറ്റവും കാര്യപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശ്രീ VD സതീശന് ഒരൊറ്റ വലിയ ദൗത്യമാണ് കേരളത്തിലുള്ളത്. ആ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ വളർന്നു വരുന്ന വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നയിക്കാൻ അദ്ദേഹമാണ് ഏറ്റവും യോഗ്യൻ. ആ വർഗീയത നമ്മുടെ മണ്ണിലും വളരുന്നുണ്ട്, കടലിൽ നിന്നും വരുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഏതെങ്കിലും ഒരു വശത്തുള്ള വർഗീയതയാണെന്ന് ഞാൻ പറഞ്ഞു വിചാരിക്കേണ്ട, രണ്ട് സൈഡിലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മഹാഭാരതത്തിലെ അർജുനൻ്റെ മാതിരി ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, അതിലെ ആദ്യം നമ്മുടെ ഭീഷ്മപർവം തൊട്ട് ശല്യപർവം വരെയുള്ള യുദ്ധത്തിൽ നമ്മളെ നയിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ മഹാപ്രസ്ഥാനത്തിലെത്തിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ആ ദൗത്യം അദ്ദേഹം നിറവേറും. ഇനിയിപ്പോൾ വെറും മഹാഭാരതം പറഞ്ഞെന്ന് വേണ്ട, ഇരിക്കട്ടെ. പക്ഷേ അപ്പോൾ ചിലപ്പോൾ ഈ ബ്രഹ്മാസ്ത്രത്തിനെക്കാട്ടും വലിയൊരു അസ്ത്രമുണ്ട്, അതിൻ്റെ പേര് ബ്രഹ്മശിരസ് എന്നാണ്. അദ്ദേഹം വായിക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ കൊളാട്രൽ ഡാമേജ് ഭയങ്കരമായിരിക്കും. അത് സാരില്ലാന്നേ, കൊളാട്രൽ ഡാമേജ്. അപ്പം ഇനി വെറും മഹാഭാരതം പറഞ്ഞിരിക്കുന്നത്, ബദർ യുദ്ധത്തിൽ നിന്ന് തബൂക്ക് യുദ്ധം വരെയും ജെനിസിസിൽ നിന്ന് മാർമഗഡൻ വരെയും അദ്ദേഹം നമ്മളെ നയിക്കട്ടെ. അതിന് നമ്മുടെ സേനാനിയായിട്ട് മുന്നിൽ നിൽക്കുന്ന ശ്രീ VD സതീശന് ദൈവം എല്ലാ തരത്തിലുള്ള ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ജോയ് മാത്യു അനുമോദനത്തെ സംസാരിക്കും. ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അധ്യാപകൻ MN കാരശ്ശേരി മാഷ് സ്റ്റേജിലുണ്ട്. എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ മാഷ് ചെവിക്ക് പിടിക്കും എന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വർഷം എനിക്ക് ഇരട്ടി മധുരത്തിൻ്റെ വർഷമാണ്. എന്ന് പറഞ്ഞാൽ 40 വർഷം മുമ്പ് ഞാൻ ആദ്യമായി അഭിനയിച്ച ജോൺ എബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലായ ഫ്രാൻസിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ
ക്ലാസിക്കൽ സിനിമകളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു സിനിമയായി പ്രദർശിപ്പിച്ചു. ഞാൻ അവിടെ റെഡ് കാർപ്പറ്റിൽ ആദരിക്കപ്പെട്ടു. കോഴിക്കോട് നിന്നാണ് ആ സിനിമ ഉണ്ടായത്. നമ്മുടെ പ്രിയപ്പെട്ട KC അബുവിൻ്റെ ലോഡ്ജിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. ഇപ്പോഴും അതിൻ്റെ വാടക ബാക്കിയാണ്. അത് KC അബു ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് വാടക പിരിക്കാൻ വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു ഇരട്ടി മധുരത്തിൻ്റെ രണ്ടാം മധുരത്തിലേക്ക് ഞാൻ വരുന്നത്, ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി ഫ്രാൻസിലേക്ക് പോയി. അവിടെ എത്തി. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ആരാവും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം, അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള മനുഷ്യൻ VD സതീശൻ തന്നെയാണ്. അദ്ദേഹവുമായിട്ടുള്ള അടുപ്പവും ഒക്കെ വെച്ച് കാണുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം പുസ്തകം, ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴാണ് ഒരിക്കൽ കണ്ടത്. അപ്പോഴും അദ്ദേഹം പുസ്തകം വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരു മന്ത്രി എടുക്കുന്നുണ്ട്, ആളെ പേരെ ഞാൻ പറയുന്നില്ല. അയാൾ മൊബൈലിൽ കുത്തിക്കളിക്കുകയാണ്, അദ്ദേഹം പുസ്തകം വായിക്കുകയാണ്. ഞങ്ങൾ പുസ്തകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പിന്നെയും കാണും, പലയിടത്ത് വെച്ച് കാണും. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടുള്ള ആദരവ് തോന്നിയിട്ടാണ് ഞാൻ ശരിക്കും ഈ പ്രസ്ഥാനവുമായി അടുക്കുന്നത്. ഞാനൊരു ഇടതുപക്ഷ ചിന്ത വെച്ച് പുലർത്തുന്ന ആളാണ്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന CPMൻ്റെ വ്യാജ ഇടതുപക്ഷമല്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന, നാട് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, മതസൗഹാർദ്ദം വെച്ച് പുലർത്തുന്ന ഒരു വലിയ വിശാലമായ ഒരു ഇടതുപക്ഷ മനസ്സ്. ഞാൻ നോക്കുമ്പോൾ VD സതീശൻ പറഞ്ഞു വരുന്ന പ്രസംഗങ്ങളൊക്കെ ആ ഒരു മനസ്സോട് അടുത്തടുത്ത് വരുന്നു. അങ്ങനെയാണ് എന്നെ വിളിക്കാതെ തന്നെ ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെല്ലുന്നത്. അവിടെ നിങ്ങൾ കാണുന്നു, പിന്നെയും പലപ്പോഴും കാണുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ രണ്ടാമത് ഈ ഫ്രാൻസിലെത്തി. അവിടെ പുലർച്ചെയാണ്, ഇവിടെ സമയം പകലാന്ന് തോന്നുന്നു. എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നുള്ള അതിയായ മോഹം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പിൽ VDS എന്ന് മാറ്റിയിട്ട് CM ആക്കിയിരുന്നു. എന്നോടൊന്ന് മറന്നുപോയി. ഫോൺ വന്നപ്പോൾ ഞാൻ നോക്കുന്നത് ഏത് CM വിളിക്കുന്നതെന്നാണ്. ഫോൺ എടുക്കുമ്പോൾ, ജോയ്മത്ത് നിങ്ങളെവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രാൻസിലോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഫെസ്റ്റിവലിന് വന്നതാണ്. വളരെ സന്തോഷം, തിരിച്ചു വന്നിട്ട് കാണണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെയൊക്കെ വിളിക്കാൻ, നിങ്ങളൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അപ്പം എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ലാളിത്യവും മനുഷ്യനോട് കാണിക്കേണ്ട ഒരു തരം ബഹുമാനവും. എന്നെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ സൂപ്പർ സ്റ്റാറോ അങ്ങനെയൊന്നുമല്ല, അത്ര വലിയ നടനോ അല്ലെങ്കിൽ വലിയ സിനിമാക്കാരനോ ഒന്നുമല്ല. പക്ഷേ എന്നെ വിളിച്ച് ആ സന്തോഷം, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ എന്ന് ചോദിക്കാനുള്ള ആ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിച്ചു പോയി. ഇങ്ങനെ 2 മധുരങ്ങളാണ് ഈ വർഷം എനിക്ക്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയിൽ ഞാൻ കാണുന്നത് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനെയാണ്. ഞങ്ങളുടെയൊക്കെ സ്വപ്നം കുറേ നരച്ചുപോയി. ചെറുപ്പക്കാരുടെ സ്വപ്നം നശിച്ചു പോയിരുന്നു, മരവിച്ചു പോയിരുന്നു. കേരളത്തിൽ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരില്ലാതായിപ്പോയി കഴിഞ്ഞ 10 വർഷം. ഒക്കെ ഒന്നുകിൽ മുരടന്മാരോ ഗുണ്ടകളോ പിടിച്ചുപറിക്കാരോ ലഹരിക്ക് അടിമകളോ ആയിപ്പോയി. ആ ഒരു ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇളക്കുന്ന, അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന, കേരളം നമുക്ക് സ്വപ്നതുല്യമാക്കണം എന്ന് പറയുന്ന, മതസൗഹാർദ്ദത്തിൻ്റെ മാറ്റൊലി പ്രചരിപ്പിക്കുന്ന VD സതീശനാണ് ഇനി കേരളത്തിൽ ചെറുപ്പക്കാരെ മാത്രമല്ല ആബാലവൃദ്ധം ജനങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള യാതൊരു സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കോഴിക്കോട്ടുകാർക്ക് എന്നെ അറിയാം. ഞാൻ വീണ്ടും നിങ്ങളോട് പിന്നീട് സംസാരിച്ചോളാം. ഇപ്പോൾ തൽക്കാലം ഇവർക്കൊക്കെ വേണ്ടി ഞാൻ വേദി ഒഴിയുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. അനീതിക്കെതിരെ തൻ്റെ നാക്കും തൂലികയും പടവാളാക്കുന്ന പ്രഗത്ഭനായ നമ്മുടെ ഗുരുനാഥൻ കൽപ്പറ്റ നാരായണൻ മാഷ് സംസാരിക്കും. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ തുടർന്നു വന്ന ഏകാധിപത്യത്തിന് അറുതി വന്നിരിക്കുന്നു. ജനാധിപത്യം പുനഃസ്ഥാപിതമായിരിക്കുന്നു. ആ ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ ഗ്രാൻഡ് ഡിസൈനർ ആയ ശ്രീ VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. വയോജനങ്ങളോടും ജൻസികളോടും സംവദിക്കാൻ ശേഷിയുള്ള ഈ അനുപമമായ വ്യക്തിത്വത്തെ ഞാൻ ആദരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായതിൽ ആഹ്ലാദിക്കുന്നു, അഭിമാനിക്കുന്നു. നന്ദി. കേരളീയ ഗുരുനാഥ സങ്കല്പത്തിൻ്റെ മൂർത്തിഭാവമായ MN കാരശ്ശേരി മാസ്റ്റർ. ബഹുമാനപ്പെട്ട സതീശൻ, താങ്കൾ പറഞ്ഞതൊക്കെ കേരളീയർ കേട്ടു. ഇനി ഞങ്ങളുടെ പ്രതീക്ഷ
ഞങ്ങൾ പറയുന്നതൊക്കെ താങ്കൾ കേൾക്കുന്നു. ഗ്രൂപ്പില്ലാതെയും കോൺഗ്രസിന് നേതാക്കന്മാരും MLA-മാരും മന്ത്രിമാരും ഉണ്ടാവാം എന്ന് കാണിച്ചു തന്നതിൻ്റെ വാസ്തവമായ ഒരു നന്ദി കോൺഗ്രസ്സുകാരനല്ലാത്ത എനിക്കുണ്ട്. ജവഹർലാൽ നെഹ്റു ആണത് പറഞ്ഞത്. കോൺഗ്രസ്സിന് മാത്രമേ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ 34 കൊല്ലം മലയാള അധ്യാപകനായിരുന്നു. പരീക്ഷയെപ്പറ്റി ഒരു വാക്ക് ഞാൻ പറയാം. നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ റോഡും പാലവും വിമാനത്താവളവും തുറമുഖവും റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ വളരെ സത്യമായും താഴെയാണ്. പരീക്ഷ എഴുതാതെ മാർക്ക് കിട്ടാതെ ഇത്ര ശതമാനം കുട്ടികൾ ജയിക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു പരീക്ഷാ സമ്പ്രദായം നിർഭാഗ്യവശാൽ കേരളത്തിൽ നിലവിലുണ്ട്. A+ കിട്ടുന്ന കുട്ടികൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞത് ഞാനല്ല, DPI ആണ്. 12 കൊല്ലം മലയാള പാഠാവലിയിൽ മലയാളം അക്ഷരമാല ഉണ്ടായിരുന്നില്ല. അത് സഭയിൽ എങ്ങനെയാണ് പ്രശ്നമായതെന്ന് സതീശൻ ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷ ഓരോ മലയാളിക്കും വേണ്ടി, മലയാള അധ്യാപകർക്ക് വേണ്ടി, മലയാളത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാണ്, കഴിയുന്ന വേഗം ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം പഠിക്കാനും പരിഷ്കരിക്കാനും താങ്കൾ കഴിയുന്ന വേഗം ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി വെക്കണം. നമ്മുടെ കുട്ടികളെ, 10ാം തരം പാസ്സായ കുട്ടികളെ, +2 പാസ്സായ കുട്ടികളെ നിരക്ഷരതയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇതൊരു അധ്യാപകൻ്റെ അപേക്ഷയായിട്ട് എടുക്കണം. നന്ദി, നമസ്കാരം. തശങ്കുന്ന സ്വരൂപത്തിലൂടെ വയലാർ അവാർഡ് കോഴിക്കോടിന് സമ്മാനിച്ച പ്രിയപ്പെട്ട ശ്രീ UK കുമാരേട്ടൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, നമ്മുടെ സ്നേഹ സാന്നിധ്യം ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുറച്ചു നാൾ വരെ കേരളത്തിൽ കഴിയുന്ന ഓരോ മലയാളികളുടെയും ഒരു ദുസ്വപ്നം, ഈ മണ്ണിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ മാറ്റമുണ്ടായത് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായതോടെയാണ്. VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വളരെ വർഷങ്ങളായി അടുത്തറിയാവുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് മുമ്പിൽ വളരെയേറെ ആദരവോടുകൂടി ഞാൻ നിന്നിട്ടുണ്ട്. ഇത്രമാത്രം അഗാധമായ അറിവ്, താൻ ജീവിക്കുന്ന സമൂഹത്തോടുള്ള കാരുണ്യം പക്ഷേ മറ്റൊരു നേതാവിലും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പല സന്ദർഭങ്ങളിലും എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വം ഞാൻ മനസ്സിലാക്കിയത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവും പ്രകടിപ്പിക്കാത്ത സമചിത്തത, അദ്ദേഹത്തിൻ്റെ അധികാരം കിട്ടുമെന്ന് എത്തിയ മുഹൂർത്തത്തിൽ അത് നഷ്ടപ്പെട്ടിട്ടും ഒട്ടും വിഷമം കൂടാതെ അന്ന് കടന്നുപോയ ശ്രീ VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാവോഭേദമുണ്ടായിരുന്നില്ല.
ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ആ സമയത്ത് കേരളത്തിൽ UDF-ന് ഭരണം കിട്ടിയത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളൊക്കെ പറയാറുള്ളത് പോലെ കേരളം കോൺഗ്രസ് ഏറ്റവും അധികം ശപിക്കപ്പെട്ടത് അതിൻ്റെ ഗ്രൂപ്പിസത്തിലാണ്. അതിൻ്റെ വിധേയമായിട്ട് അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ അധികാരത്തിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഒരിക്കൽ പോലും ഒരു പ്രതിലോമകരമായ ശബ്ദമുണ്ടാക്കാതെ പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. ഈ രീതിയിൽ ധാരാളം വായിക്കുകയും നന്നായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രമുഖ വ്യക്തി നമ്മുടെ മുഖ്യമന്ത്രിയായതിൽ ഞാനും നിങ്ങളുമെല്ലാം തന്നെ ഈ കാലത്തോടും നമ്മെ ഇതിന് നിമിത്തമാക്കിയ നമ്മുടെ ദൈവത്തോടും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഇതൊക്കെ കാണുവാനുള്ള ഒരു മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഒട്ടനവധി മഹത് വ്യക്തിത്വങ്ങൾ സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അടുത്ത ട്രെയിനിന് പോവുകയും വേണം. അഭിവന്ദനായ ഹുസൈൻ മടവൂർ സാഹിബുണ്ട്, അതേപോലെ തന്നെ നാസർ ഫൈസിയുണ്ട്, നാസർ മാസ്റ്റർ ചെറുവാടിയുണ്ട്, VM വിനുവുണ്ട്, അതുപോലെ MLA-മാരുണ്ട്, ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതാക്കളുണ്ട്. എല്ലാവരുടെയും അനുമതിയോടുകൂടി അവരുടെ അനുമോദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചതായി ഞാൻ അറിയിക്കുന്നു. സമയപരിമിതി കൊണ്ടാണ്, അനാദരവായി തോന്നരുത്, ക്ഷമിക്കണം. ഈ ആദരവിന് മറുപടി പ്രസംഗം നടത്താൻ അഭിവന്ദനായ കേരളത്തിൻ്റെ ശക്തനായ മുഖ്യമന്ത്രി VD സതീശനെ സമസ്ത ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, ഞാൻ തിരിഞ്ഞ് വേദിയിലേക്ക് നോക്കുമ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു പരിച്ഛേദമാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. ഞാൻ എല്ലാവരെയും ആദരവോടുകൂടി വണങ്ങുന്നു. സദസ്സിലിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ വേദിയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള ജില്ല കോഴിക്കോടാണ്. അതിലെനിക്കൊരു പൊളിറ്റിക്കൽ ടാർഗറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതോടൊപ്പം ഞാൻ കോഴിക്കോടിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. കൊച്ചി ഞാൻ കളിച്ചു വളർന്ന നഗരമാണ്, പഠിച്ചു വളർന്ന നഗരമാണ്. തിരുവനന്തപുരത്തും ഞാൻ 5 വർഷം പഠിച്ചിട്ടുണ്ട്. പക്ഷേ കോഴിക്കോടിനോടുള്ളൊരു പ്രത്യേകമായ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് ഗുരുതുല്യരായ ആളുകളാണ്. അതിൽ പലരും എന്നെ ശാസിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്യാൻ അധികാരമുള്ള ആളുകളാണ്. പലരും എന്നെ കറക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അപേക്ഷ. കാരണം അധികാരത്തിലേക്ക് എത്തുമ്പോഴാണ് ആളുകൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത്, തെറ്റുകൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിമർശനങ്ങൾ വേണ്ടത്, തിരുത്തലുകൾ വേണ്ടത്. കൂടുതൽ വിമർശനങ്ങളും കൂടുതൽ തിരുത്തലുകളും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ശരിയായ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. പോകുന്ന വഴികൾ തെറ്റാണ് എന്നുള്ള ഗുരുതുല്യരായ ആളുകളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് പലപ്പോഴും നമ്മളെ ശരിയായ വഴിയിലൂടെ നയിക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ പറയുന്ന കാര്യം, ഞാനൊരു നെഹ്റുവിയനാണ്. ഞാൻ നെഹ്റുവിനെ വായിച്ചാണ് ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചത്. നാടിനെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് എല്ലാം സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചത് ഞാൻ നെഹ്റുവിനെ ചെറുപ്പത്തിലെ മുതൽ വായിച്ചിട്ടാണ്. എനിക്ക് എൻ്റെ നാടിനെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനമായ പ്രയത്നവും അർപ്പണബോധവും ഇച്ഛാശക്തിയും കടുത്ത തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്സും ഉണ്ടാകണം. ഞാനൊരു കാര്യം നന്നായി തിരിച്ചറിയുന്നു, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബിസിനസ്സിലാണെങ്കിലും പറ്റില്ല, രാഷ്ട്രീയത്തിലാണെങ്കിലും പറ്റില്ല, ഭരണത്തിലാണെങ്കിലും പറ്റില്ല. ടീം ബിൽഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തെ മാറ്റാൻ
ഏറ്റവും വിദഗ്ധരായ, ഓരോ വിഷയത്തിലും വിദഗ്ധരായ ആളുകളുടെ നല്ല ഒരു ടീം ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അവരുടെ ഉപദേശങ്ങളും അവരുടെ മാർഗനിർദ്ദേശങ്ങളും വിലയിരുത്തലുകളുമായിരിക്കും ഇനിയുള്ള എല്ലാ പദ്ധതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വശം. ഇവിടെ പറഞ്ഞു നമുക്ക് മാറ്റമുണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കണം, അവരുടെ മക്കളും ഇവിടെ നിൽക്കണം. അതിനുള്ള സാധ്യതകൾ കേരളത്തിനുണ്ട്. കേരളത്തിൻ്റെ നമുക്കുള്ള പ്രത്യേകതകളെ, സവിശേഷതകളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഞാൻ 25 കൊല്ലം മുമ്പാണ് സിംഗപ്പൂരിൽ പോയപ്പോൾ. സിംഗപ്പൂർ ഒരു പോർട്ട് സിറ്റിയാണ്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, എന്തു മനോഹരമാണ് കേരളം സിംഗപ്പൂരിനേക്കാൾ. നമുക്കൊരു പോർട്ട് സിറ്റി ആകാൻ പാടില്ലേ? തുറമുഖ നഗരം എന്നത് ഈ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. കേരളം മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിൻ്റെ പ്രത്യേകതകൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് മുൻഗണനാ പദ്ധതികൾ നിശ്ചയിച്ചപ്പോൾ അത് കൊടുത്തത്. നമുക്ക് 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട്. അതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് നിരവധിയായ പദ്ധതികളുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥ നിറയ്ക്കണം, സമ്പത്ത് നിറയ്ക്കണം. അതിലൊരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ കാലത്ത്. എല്ലാ സ്റ്റേറ്റ് ഫിനാൻസും തകർന്നിരിക്കുകയാണ്. ശ്രീരംപിള്ള സാറിനൊക്കെ നന്നായിട്ട് അറിയാം. എല്ലാ സ്റ്റേറ്റ് ഫിനാൻസും തകർന്നിരിക്കുകയാണ്. അവിടെ നിന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കൈപിടിച്ചുയർത്തണം. അതിന് നമുക്ക് എക്കോണമിയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഉത്തേജിപ്പിക്കണം. ആ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറഞ്ഞാൽ പിന്നെ അതിൻ്റെ നീതിപൂർവമായ വിതരണം, ആ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അത് നടത്തണം. അതാണ് നമുക്കൊരു ഫ്രെയിം ഉണ്ടാകണം. ആ ഫ്രെയിം അതാണ്. നമ്മുടെ ഖജനാവ് നിറച്ച് വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് എല്ലാ മേഖലയും പോകണം. നമ്മളിപ്പോഴും കേരള മോഡൽ, ഞാൻ കേരള മോഡലിനെ കുറ്റപ്പെടുത്തില്ല. കേരള മോഡൽ നമുക്ക് അഭിമാനമായിരുന്നു. നമുക്ക് ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ പറഞ്ഞതാണ്. എല്ലാ ഗവൺമെന്റുകൾക്കും അതിൽ പങ്കാളിത്തമുണ്ട്. സർക്കാരുകൾ വരുന്നതിന് മുമ്പുള്ള മിഷണറിമാർക്കും രാജാക്കന്മാർക്കും അതിൽ പങ്കുണ്ട്. അതിന്റെ തുടർച്ചയാണ് ജനകീയ ഗവൺമെന്റുകൾ ചെയ്തത്. പക്ഷെ ഞാൻ കരുതുന്നത് കഴിഞ്ഞ 20 മുതൽ 25 വർഷം വരെ, ഒരു 1/4 നൂറ്റാണ്ടായി അത് സ്റ്റാഗ്നന്റാണ്. അതങ്ങനെ കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല, കാലത്തിനനുസരിച്ച മാറ്റം ഉണ്ടാകുന്നില്ല. ഇന്ന് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്. വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ കാലഹരണപ്പെട്ട ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. പല കാലത്ത് കാലത്തിനോടൊപ്പം ഓടിയെത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് അത് ആരോഗ്യ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അടിസ്ഥാന സൗകര്യ രംഗത്താണെങ്കിലും എല്ലാ രംഗങ്ങളിലും ആ മാറ്റം ഉണ്ടാകണം. ലോകം മാറുകയാണ്, അത്ഭുതകരമായ രീതിയിൽ ലോകം മാറുകയാണ്. തൊഴിലിന്റെ രംഗങ്ങൾ വരെ മാറുകയാണ്. ഇന്നുള്ളൊരു തൊഴിൽ ഒരു 4 വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു തൊഴിൽ അടയപ്പെടുമ്പോൾ വേറൊരു സ്ഥലത്ത് മറ്റൊരു തൊഴിൽ അവസരം തുറക്കപ്പെടുകയാണ്. അതിനനുസരിച്ച് ഇവിടെ പറഞ്ഞു, മാഷ് പറഞ്ഞു, ഇവിടുത്തെ കോഴ്സുകൾ പറഞ്ഞു, നമ്മുടെ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ നമ്മൾ ഉണ്ടാക്കും. വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്നു. എന്നിട്ട് എന്തിനാ? അവർ ഓരോ സെക്ടറും നിരീക്ഷിക്കും മാറ്റങ്ങൾ, അവർ റിപ്പോർട്ട് ചെയ്യും ഗവൺമെന്റിന്. അതനുസരിച്ച് നമ്മുടെ കരിക്കുലം മാറണം. ആ കരിക്കുലം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ലോകവുമായി ബന്ധപ്പെട്ട് മാറണം. മാറി ആ കോഴ്സുകൾ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അല്ലാതെ കാലഹരണപ്പെട്ട കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരുന്നാൽ അവർ പഠിക്കില്ല, അവർ പുറത്തേക്ക് പോകും. അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. അവർ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. നമുക്ക് അറിവില്ലാത്തതല്ല, നമുക്ക് അറിവുണ്ട്. നമ്മുടെ ആളുകൾക്കൊക്കെ അറിവുണ്ട്. എല്ലാ ഭരണകൂടങ്ങൾക്കും അറിവുകളുണ്ട്. പക്ഷേ ആ അറിവുകൾ അത് സാധാരണക്കാരന് ഉപയുക്തമായ രീതിയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ മാറ്റി അത് നടപ്പാക്കണം. കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി ഏത് പ്രോജക്റ്റും നടപ്പാക്കാനാണ്. പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ. നമ്മുടെ ഖജനാവിലെ ഏറ്റവും വലിയ ചോർച്ച അതാണ്.
100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കില്ല. പൂർത്തിയാകുമ്പോൾ 500 കോടിയാണ്. ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ 100 കോടി രൂപയുടെ ഒരു പദ്ധതി 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞ് അടുത്ത ദിവസം അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ ഉത്തരവാദപ്പെട്ട ആൾ അവിടെ ഉണ്ടാവില്ല. ഉണ്ടാവോ? ആളെ തെറിപ്പിക്കും, ഫയർ ചെയ്യാന്നാണ് പറയുന്നത്. ഫയർ ചെയ്യും. പക്ഷേ ഗവൺമെന്റ് സർവീസിൽ 10 കൊല്ലം കഴിഞ്ഞാൽ നടപ്പാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് നടക്കും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരെല്ലാം മിടുമിടുക്കരായ ആളുകളാണ്. നമ്മുടെ സിസ്റ്റത്തിനൊരു തകരാറുണ്ട്. ആ സിസ്റ്റത്തിന്റെ തകരാറ് പരിഹരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകിയ. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ചോർച്ച ഉണ്ടാകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. നികുതി പണത്തിൽ നിന്ന് ചോർച്ച ഉണ്ടാകാൻ പാടില്ല. നികുതി വെട്ടിക്കാനും ആരെയും സമ്മതിക്കില്ല. സർക്കാരിലേക്ക് വരേണ്ട നികുതി പണം അവിടെ എത്തും. ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും ഇല്ല. ആര് വന്നാലും കോംപ്രമൈസ് ഇല്ല. സർക്കാരിലേക്ക് കിട്ടേണ്ട പണം പാവപ്പെട്ടവന് പെൻഷനായും സഹായമായും ചികിത്സാ സഹായമായും നല്ല ആശുപത്രികൾ ഉണ്ടാക്കിയും കൊടുക്കേണ്ട പണമാണത്. ആ പണം വരേണ്ട സ്ഥലത്ത്, ആ പെട്ടിയിൽ വരേണ്ട സ്ഥലത്ത് ആ പണം വരുത്തും. എത്ര വലിയ കൊമ്പനാണെങ്കിലും നികുതി വെട്ടിക്കാൻ സമ്മതിക്കില്ല. നികുതി കൊടുക്കേണ്ടവർക്കും ആരെയും ക്രൂശിക്കൊന്നുമില്ല. അതൊക്കെ വന്നോളും, അവരെല്ലാം ചെയ്തോളും. കുറച്ച് കൊടുക്കാതെ ശീലിച്ചു പോയതുകൊണ്ടാണ്. ആ ശീലം മാറ്റിക്കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പം നമുക്ക് മാറ്റമുണ്ടാക്കാൻ, ഈ ചോർച്ച അടയ്ക്കാൻ പറ്റും. ജനങ്ങളുടെ പണമാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടായാൽ മതി. പാവപ്പെട്ടവനും കൂടി അടയ്ക്കുന്ന നികുതിയാണ്. ആ നികുതി വരേണ്ടടുത്ത് വരികയും അത് വന്നാൽ അത് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യമുണ്ട്. അതാണ് നികുതിയെക്കുറിച്ച്. സാധാരണക്കാരെയൊന്നും പീഡിപ്പിക്കില്ല. ഞാൻ എപ്പോഴും പറയും, ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നികുതി പിരിവിനെ കുറിച്ചൊരു മനോഹരമായ വാചകമുണ്ട്. പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ വേണമെന്നാണ്. പൂ പോലും അറിയരുത് നികുതി പിരിക്കുന്നത്. മനസ്സിലായേ? എന്ന് പറഞ്ഞതുപോലെ സാധാരണക്കാരെ വിഷമിപ്പിച്ചും പ്രയാസപ്പെടുത്തിയിട്ടുമല്ല. നമുക്കൊരു സിസ്റ്റം ഉണ്ടാകണം. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് എല്ലാം മാറ്റം ഉണ്ടാകണം. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിൽ. അതിനെയെല്ലാം സംയോജിപ്പിച്ചുള്ള 27 പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആരോഗ്യരംഗത്ത് ഒരു ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി. അതിലെ അംഗം ഡോക്ടർ അജിത ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ അതിമനോഹരമായ റിപ്പോർട്ടാണ് തന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ബ്യൂട്ടിഫുൾ റിപ്പോർട്ട്. കേരളത്തിന്റെ ആരോഗ്യരംഗത്തിനുള്ള എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ ഗൈഡ് ലൈനാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് 300 ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ കോൺക്ലേവാണ്. വിദ്യാഭ്യാസ രംഗത്തിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. പോർട്ട് സിറ്റിയാക്കാൻ സ്വപ്നം മാത്രമല്ല, അതിന് പ്രോജക്റ്റായി, ഏവിയേഷൻ പ്രോജക്റ്റായി. കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടി വേണം. ഞാൻ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ടത് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഏറ്റുവാങ്ങി നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം. എല്ലാവരും ആകണം. നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് കേരളത്തെക്കുറിച്ചാണ്. അനാവശ്യമായ ചർച്ചകൾ ആണ് പലപ്പോഴും വരുന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യം, ആർക്കും പ്രയോജനമില്ലാത്ത കാര്യം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്യുന്നു. ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അതിലൂടെ ഒരു ഔട്ട്കം ഉണ്ടാവണം. അത് സാധാരണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ആയിരിക്കണം. എന്നെ ജൻസികളുടെ ആളായിട്ടാണ് ഇവിടെ എല്ലാവരും ചിത്രീകരിച്ചത്. കാരണം അവർക്ക് സ്വപ്നങ്ങളുണ്ട്. ഞാൻ അവരെക്കുറിച്ച് ഇങ്ങനെയല്ല ധരിച്ചത്. പക്ഷേ പുതിയ കാര്യങ്ങൾ, കേരളത്തിന്റെ പുതിയ കാര്യങ്ങൾ, ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്ന പിന്തുണ ഞാനത് മറക്കില്ല എന്ന് കരുതി ഏറ്റവും മുതിർന്നവരെ മറക്കാൻ പറ്റുമോ? ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സ്റ്റാർ പ്രോജക്റ്റുകളിൽ ഒന്ന് സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ വകുപ്പാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. വെറുതെ ഉണ്ടാക്കിയിരിക്കുന്നതല്ലത്. ഞാൻ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ പറയാം. അത് കേരളം ഈ രാജ്യത്തിന് മുഴുവൻ മോഡലാകുന്നൊരു പദ്ധതിയാണ്. സിൽവർ ഇക്കോണമിയാണ്. എന്താ സിൽവർ?
എൻ്റെ മുടി നരച്ചിട്ടില്ല എന്ന് എല്ലാവരും വിചാരിച്ചേക്കണം. മുടി നരച്ചാണ്. ആ നരച്ചതിൻ്റെ വെച്ചിട്ടാണ് സിൽവർ ഇക്കോണമിയാണ്. അത് അവർക്ക് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നതല്ല, അവരെ പങ്കാളികളാക്കുന്നതാണ് സിൽവർ ഇക്കോണമി. ആ മാറ്റം നമുക്കുണ്ടാകും. ഇന്ത്യക്ക് മോഡലായി ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാരെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് നമ്മൾ ഈ രാജ്യത്തിന് കാണിച്ചു കൊടുക്കും. ഒരു വർഷം വേണം സെറ്റാവാൻ, ഒരു വർഷം എടുക്കും. ഒരു വർഷം കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയും. ഒരു വർഷം കഴിഞ്ഞാൽ മാറ്റമുണ്ടാകും. അതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നില്ല, അറിയാതെ സ്നേഹം കൂടി എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു. അവസരം ബജറ്റ് രഹസ്യങ്ങൾ പോലെ ഉള്ളിൽ നിന്ന് ചോരും. അങ്ങനെയുള്ള സ്നേഹമാണ് ഈ കാണിക്കുന്നത്. ഈ സ്നേഹവും വാത്സല്യവും കാണുമ്പോൾ അറിയാതെ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ, ഞാൻ പറയുന്നു, നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ധൈര്യമായിരുന്നു. വേറെ ഒരു കാര്യം ഉണ്ടാവില്ല, വേറൊരു താല്പര്യങ്ങളും ഉണ്ടാവില്ല. നാടിൻ്റെ താല്പര്യങ്ങൾ, നമ്മൾ കാണുന്ന ഈ നാട് കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനാധ്വാനം, അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി അതുണ്ടാവും. പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കേരളം ഈ രാജ്യത്തോട് നടത്തുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കും. എന്താണ്? ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് നടത്തുന്ന പ്രഖ്യാപനം. അതിൽ ഒരു തടസ്സവും ഉണ്ടാകാതെ നോക്കും. കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കും. അതിനോടും നോ കോംപ്രമൈസ്. അത് തകർക്കാൻ വരുന്നവരോട് നോ കോംപ്രമൈസ്. ചില കാര്യങ്ങളോട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു കോംപ്രമൈസ് ചെയ്യില്ല. അതിനോട് ശക്തമായ നിലപാട്. നമുക്ക് ചേർന്ന് നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം, തോളോട് തോളുരുമി നിൽക്കാം. തെറ്റ് ചെയ്യുമ്പോൾ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കണം. അത് മാധ്യമങ്ങളാകട്ടെ, ജനങ്ങളാകട്ടെ, മുതിർന്ന ആളുകളാകട്ടെ, പറയണം. അത് കേൾക്കും. തെറ്റുണ്ടെങ്കിൽ തിരുത്തും, മാറ്റമുണ്ടാക്കും. നമുക്കെല്ലാവരുടെയും നമ്മുടെ ഒരു സ്വപ്നമാക്കി ഈ നാടിൻ്റെ സ്വപ്നത്തെ നമുക്ക് മാറ്റണം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ളതാണ്. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണം. ഇവിടെ പറഞ്ഞു കോഴിക്കോടിന് മന്ത്രിയില്ല. നമുക്കറിയാലോ പൊളിറ്റിക്കലായിട്ടുള്ള അറേഞ്ച്മെന്റ്. സിദ്ദിഖുണ്ട്, വെറുതെ പറയുന്നവര്. സിദ്ദിഖ് കോഴിക്കോടത്തെ DCC പ്രസിഡന്റും ഇവിടുത്തെ പ്രവർത്തകനും ഒക്കെ അവിടെ പോയി ഒന്ന് മത്സരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വയനാട്ടിൽ ഉണ്ട്. എന്നാലും കണക്ക് പറയുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. ഞാൻ ആ പറഞ്ഞ വാക്ക് ഏറ്റെടുക്കുന്നു. എന്നോട് പറഞ്ഞാൽ മതി, ഞാനുണ്ടാവും. ഇത് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഇത് ഏറ്റവും കൂടുതൽ ബിസിനസ് ആക്ടിവിറ്റി നടക്കുന്നൊരു സ്ഥലം കൂടിയാണ്. ആ ബിസിനസ് ആക്ടിവിറ്റികൾ കുറെ കൂടി നന്നായി ഇവിടെ നടക്കും. കാരണം ഖജനാവിലേക്ക് പണം വേണം. അത് കോഴിക്കോടുന്ന് ഇന്നിപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 2 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ 5 ഇരട്ടി ആയിരിക്കണം. 5 ഇരട്ടി. അതിനുള്ള എല്ലാ പിന്തുണയും ഉണ്ടാവും. ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് എല്ലാ പിന്തുണയും. അവരാരും ശത്രുക്കളല്ല, അവർ ഗവൺമെന്റിന്റെ മിത്രമാണ്. ഒരു ബിസിനസ്സുകാരൻ തകർന്നാൽ അതിൻ്റെ ആദ്യത്തെ ഇര സർക്കാരാണ് ആദ്യത്തെ നഷ്ടം. അവരെ തകരാതെ നോക്കേണ്ടത്, അവരെ പിടിച്ചു നിർത്തേണ്ടത്, കള്ളക്കച്ചവടങ്ങൾ ഇല്ലാതാക്കി യഥാർത്ഥ നികുതിദായകരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് അവരുടെ കൂടെ ഉണ്ടാവും. സാംസ്കാരിക തലസ്ഥാനമായ ഈ കോഴിക്കോട് അതിൻ്റെ പ്രൗഢി നിലനിർത്തുന്ന തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, അതിനുള്ള പരിപാടികൾ ഉണ്ടാകാൻ കോഴിക്കോടുണ്ടാവും. ഒരു സംശയവും വേണ്ട. അതിനെന്നെ ഉപദേശിക്കാൻ പ്രാപ്തരായ ആളുകളൊക്കെ ഈ വേദിയിൽ തന്നെ ഉണ്ട്. അവരുടെ എല്ലാം ഉപദേശത്തോടു കൂടി അതിനെയുമാക്കും. ബഹുമാനായ MP ശ്രീ രാഘവേട്ടൻ പറഞ്ഞ ബേപ്പൂർ തുറമുഖത്തിന് അപ്പുറത്തുള്ള തുറമുഖം ഉൾപ്പെടെ എയർപോർട്ടിലേക്കുള്ള റോഡ് ഉൾപ്പെടെയുള്ള നിരവധിയായ, അതെല്ലാം നമ്മുടെ പോർട്ട് സിറ്റിയുമായി കണക്ട് ചെയ്ത കാര്യങ്ങളാണ്. അതെല്ലാം അതിൻ്റെ പാർട്ടാണ്. കുറെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിപുലമായ പദ്ധതികൾ അത് തയ്യാറാക്കുമ്പോൾ അതുണ്ടാവും. കോഴിക്കോട് ഒരിക്കലും സങ്കടപ്പെടില്ല, നിരാശപ്പെടില്ല. അതാണ് വാക്ക്.
ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഞാൻ ഈ സ്നേഹത്തിനെയും വാത്സല്യത്തിനെയും മുന്നിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കൈതപ്പുറത്തിന് 2 വാക്ക് പറയാനുള്ളത്. കൈതപ്പുറത്തിന് 2 വാക്ക് പറയാനുള്ളത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ബഹുമാനപ്പെട്ട വടകര MP പെരുന്നാളിന് കുടുംബ വീട്ടിൽ പോയത് കൊണ്ട് എത്താൻ പറ്റാതെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നോർത്ത് MLA ജയന്ത് നാളെ അസംബ്ലി നടക്കുന്നതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ലഭിച്ചത് വൈകുന്നേരമായി നേരത്തെയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് പോയത്. 2 പേരുടെയും ആശംസ അറിയിക്കുന്നു. കൈതപ്പുറം ഒരു വാക്ക് പറഞ്ഞ് ഈ വാർഡിന്റെ കൗൺസിലർ സരിത നന്ദി പറഞ്ഞ് ദേശീയ ഗാനം പാടി ചടങ്ങ് അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാനായിട്ട് 2-3 വാക്കേ ഉള്ളൂ. ഒന്ന്, കോഴിക്കോട് ഞാൻ ഒരു കലാഗ്രാമം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു 40 ഏക്കർ സ്ഥലത്ത് തെയ്യം മുതൽ പടയണി വരെയുള്ള കലാപ്രസ്ഥാനങ്ങൾക്ക് ഒരു ഒരു ആസ്ഥാനം, കലാഗ്രാമം. അതിന് എനിക്ക് സംസാരിക്കാനും സഹായം അഭ്യർത്ഥിക്കാനുമുണ്ട്. അതിനുള്ളൊരു സമയം എനിക്ക് അനുവദിച്ചു തരണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ അവർക്ക് നമ്മൾ കോഴിക്കോട്ടുകാർ നൽകിയ സ്നേഹാദരവിന് നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മനസ്സിൽ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുമ്പോൾ വരുന്ന മുഖം ശ്രീ VD സതീശൻ അവരുടേതാണ്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. जय हे जय हे जय 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 हे